മലബാർ സഭയുടെ ദൗത്യ മേഖലകളിൽ അൽമായ വിശ്വാസികൾക്ക് കൂടുതലിടം നൽകാനുള്ള ആഹ്വാനവുമായി 5ാമത് സീറോ മലബാർ സഭ അസംബ്ലി സമാപിച്ചു. മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമായരും അടങ്ങുന്ന 348 പ്രതിനിധികൾ 3 ദിവസം നീണ്ടുനിന്ന പ്രാർത്ഥനയുടെയും പരിചിന്തനങ്ങളുടെയും അനന്തരഫലമായി പുറപ്പെടുവിച്ച അന്തിമരേഖയിൽ സഭാ നവീകരണത്തിന് ഊന്നൽ നൽകുന്ന തീരുമാനങ്ങളാണ് പ്രഖ്യാപിച്ചത്. കാലാനുസൃതമായ സഭാ ജീവിതവും ദൗത്യവും എന്ന മുഖപ്രമേയം ആസ്പദമാക്കി വിശ്വാസ പരിശീലന നവീകരണം, സുവിശേഷ പ്രഘോഷണത്തിലെ അൽമായ പങ്കാളിത്തം, സമുദായ ശാക്തീകരണം എന്നീ മേഖലകളാണ് പ്രധാനമായും ചർച്ചാ വിഷയമാക്കിയത്. സീറോ മലബാർ സഭയുടെ കരുത്തും മഹത്വവും അംഗങ്ങൾ തിരിച്ചറിയണമെന്നും കൂടുതൽ മേഖലയിലേക്ക് പ്രേക്ഷിത പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയൂസ് മാർ ക്ലീമീസ് പറഞ്ഞു. സീറോ മലബാർ സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷത വഹിച്ചു. സഹോദര സഭകളെയും ചേർത്ത് പിടിച്ച് ഒന്നിച്ചു മുന്നേറുന്ന ശൈലിയാണ് സീറോ മലബാർ സഭയുടേതെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. അസംബ്ലിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു. 33 വർഷങ്ങൾക്ക് മുൻപ് 3 ഇടയന്മാരെ നരഹത്യ നടത്തിയെന്ന് തെറ്റായി ആരോപിക്കപ്പെട്ട് 3 പതിറ്റാണ്ട് തടവിലാക്കപ്പെട്ട ഇറ്റാലിയൻ പൗരനുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. വെള്ളിയാഴ്ചയാണ് വത്തിക്കാനിൽ സ്വകാര്യ കൂടിക്കാഴ്ച നടന്നത്. നിലവിൽ 60 വയസ്സുള്ള ബെന്യാമിനോ സുഞ്ചഡു 30 വർഷമാണ് വ്യാജ ആരോപണത്തെ തുടർന്ന് ജയിലിൽ കഴിഞ്ഞത്. ഇറ്റാലിയൻ ദ്വീപായ സാന്റിനിയയിലെ പർവ്വതങ്ങളിൽ രാത്രിയിൽ നടന്ന കുറ്റകൃത്യത്തിന്റെ ഏക ദൃക്സാക്ഷി. കൊലയാളിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് ആദ്യം മൊഴി നൽകിയെങ്കിലും പിന്നീട് മാറ്റി പറഞ്ഞു. ഇദ്ദേഹം ആടുകളെ മേയ്ക്കുന്ന ബെന്യാമിനോയുടെ മേൽ കുറ്റം ആരോപിക്കുകയായിരുന്നു. 33 വർഷത്തെ തടവിന് ശേഷം കൊലപാതക കുറ്റം റദ്ദാക്കിയതിനു ശേഷം ജനുവരിയിലാണ് അദ്ദേഹം ജയിൽ മോചിതനായത്. പാരീസ് ഒളിമ്പിക്സിനായി നിർമ്മിച്ച മണി ഇനി ലോകത്തിലെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള കത്തീഡ്രലുകളിൽ ഒന്നായ നോട്രഡാം കത്തീഡ്രലിൽ മുഴങ്ങും. ഡിസംബറിൽ നോട്രഡാം കത്തീഡ്രൽ വീണ്ടും തുറക്കുമ്പോൾ വിശുദ്ധ കുർബാന സമയത്ത് അതേ മണി മുഴങ്ങും. ഫ്രാൻസിലെ ഏറ്റവും വലിയ പള്ളികൾക്കും കത്തീഡ്രലുകൾക്കും പ്രത്യേകിച്ച് ഒളിമ്പിക് ഗെയിംസിനും വേണ്ടിയുള്ള മണികൾ നിർമ്മിക്കുന്ന കോർണേലി ഹവാർഡ് ഫൗണ്ടറിയാണ് 1103 പൗണ്ട് ഭാരമുള്ള ഈ മണി നിർമ്മിച്ചത്. 2013 കോർണേലി ഹവാർഡ് ഫൗണ്ടറി അതിന്റെ 850ാം വാർഷികത്തോടനുബന്ധിച്ച് നോട്രഡാമിനായി പുതിയ 9 മണികൾ നിർമ്മിച്ചിരുന്നു. ഈ ഒളിമ്പിക് ബെൽ കത്തീഡ്രലിനുള്ളിൽ ഓർഗനോട് ചേർന്നുള്ള 2 മണികൾക്കൊപ്പം വയ്ക്കും. നോട്രഡാം കത്തീഡ്രൽ വീണ്ടും തുറക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ ഈ 3 മണികൾ ഒരുമിച്ച് മുഴങ്ങും. ആയുധങ്ങൾ ഒരിക്കലും രക്ഷപ്രദാനം ചെയ്യില്ലെന്ന് ഓർമ്മപ്പെടുത്തി ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് പിയർ ബാറ്റിസ്റ്റ പിസബെല്ല അപരൻ ദൈവിക പരിപാലനയുടെ ദാനമാണെന്ന് അംഗീകരിക്കാനുള്ള ധൈര്യവും കഴിവുമാണ് രക്ഷപ്രദാനം ചെയ്യുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറ്റലിയിലെ പോംപെയിലെ ജപമാലനാഥയുടെ ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കവെയാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. പരസ്പരം സ്വീകരണത്തിന്റെയും സൗഹൃദത്തിന്റെയും മാപ്പ് നൽകലിന്റെയും വഴി തുറക്കാൻ കഴിയുന്ന സാക്ഷ്യമാണ് വേണ്ടതെന്നും അതിന് കഴിയും വിധത്തിൽ അധികാരികളുടെ മനസ്സ് തുറക്കപ്പെടാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാമെന്നും കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല ആഹ്വാനം ചെയ്തു. മോസ്കോ പാത്രിയാർക്കേറ്റുമായി ബന്ധമുള്ള ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾക്ക് ഉക്രൈനിൽ വിലക്കേർപ്പെടുത്തിയതിൽ പ്രതികരിച്ച് ഫ്രാൻസിസ് പാപ്പ മോസ്കോയിലെ പാത്രിയാർക്കേറ്റുമായി ബന്ധപ്പെട്ട ഓർത്തഡോക്സ് സഭയെ ഉക്രൈനിൽ നിരോധിക്കുന്ന നിയമത്തിന് അടുത്തിടെ ഉക്രൈനിൽ അംഗീകാരം നൽകിയിരുന്നു. ആഗസ്റ്റ് 25 ആഞ്ചലൂസ് പ്രാർത്ഥനയ്ക്ക് ശേഷം മാർപ്പാപ്പ ഇതിനെതിരെ പ്രതികരിച്ച് സംസാരിച്ചു. 2022 ഫെബ്രുവരിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന് തുടക്കമിട്ട റഷ്യയുമായി ബന്ധമുള്ള ഏതെങ്കിലും മതസംഘടനയ്ക്ക് ഉക്രൈനിൽ സാന്നിധ്യം നിരോധിക്കുന്ന നിയമം ഉക്രൈനിയൻ പാർലമെന്റ് അംഗീകരിച്ചിരുന്നു.